Hello guys, welcome back to the video. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അണ്ടർ 35,000 റുപ്പീസിൽ വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, സൈഡത്തെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളിലൊക്കെ ആക്കി ഇടുക. അപ്പോൾ സമയങ്ങളാണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട്. നമ്മുടെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോണാണ്, നമ്മുടെ വിവോയുടെ വിവോ V30. അണ്ടർ ഈ 30K ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ ഒരു വിവോ V30 നോക്കാവുന്നതാണ്. അപ്പോൾ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ 1.5K കർവ്ഡ് ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. ഇനി പ്രധാനപ്പെട്ട സാധനമായ നമ്മുടെ പ്രോസസ്സറിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗന്റെ 7 Gen 3 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അടുത്ത് ഫോണിന്റെ ഹൈലൈറ്റ് ആയ ക്യാമറ സെക്ഷനിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. OISന്റെ സപ്പോർട്ട് ഉണ്ട്, പ്ലസ് 50 മെഗാ പിക്സലിന്റെ തന്നെ ഒരു അൾട്രാ വൈഡും ആണ് കൊടുത്തിരിക്കുന്നത്. സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ അവിടെയും 50 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് വരുന്നത്. 4K 30 FPS വരെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. സിംഗിൾ സ്പീക്കറാണ്, ഒരു ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ കൊടുക്കാമായിരുന്നു, ബട്ട് സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, LPDDR4X പ്ലസ് UFS 2.2. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ സ്മാർട്ട് ഫോണിന്റെ 8+128GB റോം വേരിയന്റ് 33,999 റുപ്പീസ് ആണ്. അപ്പോൾ നമ്മുടെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നത്തിങ്ങിൻ്റെതാണ്, നത്തിങ് ഫോൺ 2. അപ്പോൾ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.1 ഇഞ്ചസിൻ്റെ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ്, അതായത് റിഫ്രഷ് റേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇനി പ്രധാനപ്പെട്ട സംഭവമായ നമ്മുടെ പ്രോസസ്സറിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗന്റെ 8+ Gen 1 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. സോ ഒരു നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് വരുന്നത്, പ്ലസ് 50 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡും. 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. 4K 60 FPS വരെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു നല്ല വീഡിയോ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 4700 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 45 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. പിന്നെ എക്സ്ട്രയിലേക്ക് വരുമ്പോൾ IP54 ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെയാണ് വരുന്നത്. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+128GB റോം വേരിയന്റ് 33,999 റുപ്പീസ് ആണ്. സോ ബാക്കിൽ ആ ഒരു ലൈറ്റ് എത്തും പരിപാടി. പിന്നെ നത്തിങ്ങിൻ്റെ ക്ലീൻ യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. പക്ഷേ പഴയ സ്മാർട്ട് ഫോണാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത സ്മാർട്ട് ഫോണിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു നല്ല ക്യാമറ സ്മാർട്ട് ഫോണാണ്. പിന്നെ നിങ്ങൾക്ക് പിക്സലിൻ്റെ ഒരു സ്മാർട്ട് ഫോൺ തന്നെ വേണം എന്നുണ്ടെങ്കിൽ മനസ്സിലായി കാണുമല്ലോ ഫോൺ ഏതാണെന്ന്. യെസ്, ഗൂഗിളിൻ്റെ Pixel 7a. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.1 ഇഞ്ചസിൻ്റെ Full HD പ്ലസ് OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റേ കിട്ടുന്നുള്ളൂ, 120 ഹെർട്സ് ഒന്നുമില്ല. ഇനി പ്രധാനപ്പെട്ട പ്രോസസ്സറിലേക്ക് വരുമ്പോൾ നമ്മുടെ ഗൂഗിളിൻ്റെ Tensor G2 എന്ന പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഒരു മിഡ് റേഞ്ച് പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 64 മെഗാ പിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് വരുന്നത്, പ്ലസ് 13 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും. സെൽഫി ക്യാമറ വന്നിട്ട് 13 മെഗാ പിക്സലാണ്. 4K 60 FPS വരെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു നല്ല വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. അപ്പോൾ ഒരു നല്ല ക്യാമറ ക്വാളിറ്റിയുള്ള സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ വിവോ V30 അല്ലെങ്കിൽ ഗൂഗിൾ Pixel 7a ഒക്കെ നോക്കാം. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 4300 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. പിന്നെ എക്സ്ട്രയിലേക്ക് വരുമ്പോൾ IP67 ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, LPDDR5 പ്ലസ് UFS 3.1. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+128GB റോം വേരിയന്റ് 34,999 റുപ്പീസ് ആണ്. ഇവിടെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ നോക്കുന്നവർക്ക് നോക്കാവുന്നതാണ്. ഒരു OnePlusന്റെ ഫോൺ നോക്കുന്നവർക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഒരു മെറ്റൽ ഫോൺ വേണമെന്നുള്ളവർക്കും നോക്കാവുന്നതാണ്. മനസ്സിലായി കാണുമല്ലോ ഇപ്പോൾ ഇറങ്ങിയ നമ്മുടെ OnePlusന്റെ Nord 4. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.74 ഇഞ്ചസിൻ്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ ഡൈനാമിക് റിഫ്രഷ് റേറ്റ് ആണ്. 1100 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ്. HDR10+ൻ്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. ഇനി പ്രധാനപ്പെട്ട പ്രോസസ്സറിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗന്റെ 7+ Gen 3 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. സോ ഒരു നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് വരുന്നത്, പ്ലസ് 8 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിളും. സെൽഫി ക്യാമറ വന്നിട്ട് 16 മെഗാ പിക്സലാണ്. 4K 60 FPS വരെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു നല്ല വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAhന്റെ ബാറ്ററിയാണ്. 100 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, LPDDR5X പ്ലസ് UFS 4.0 ആണ് വരുന്നത്. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+256GB റോം വേരിയന്റ് 32,999 റുപ്പീസ് ആണ്. നമ്മുടെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്മാർട്ട് ഫോൺ ആവാനാണ് സാധ്യത, നമ്മുടെ iQ Neo 9 Pro. യെസ്, ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ. ഈ ഒരു 30 to 35K അല്ലെങ്കിൽ 35K to 40K വരെ ഉള്ളതിൽ പോലും ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ് നമ്മുടെ iQ Neo 9 Pro. സോ ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു കിടിലം സ്മാർട്ട് ഫോണാണ് നമ്മുടെ iQന്റെ Neo 9 Pro. നമുക്ക് പെട്ടെന്ന് സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കാം.
അപ്പോൾ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ QHD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 10-bit ഡിസ്പ്ലേ ആണ്. പിന്നെ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് കിട്ടുന്നത്. 120 ഹെർട്സ് അല്ല 144 ഹെർട്സ് ആണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രധാനപ്പെട്ട നമ്മുടെ ചിപ്സെറ്റിലേക്ക് വരുമ്പോൾ ഡ്യുവൽ ചിപ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 2ഉം പിന്നെ നമ്മുടെ iQൻ്റെ തന്നെ Q1 സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് നമ്മുടെ ഒരു ചിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡ്യുവൽ ചിപ്സിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ സ്നാപ്ഡ്രാഗനും ഉണ്ട്, iQൻ്റെ ഒരു ചിപ്സെറ്റും ഉണ്ട്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. നമ്മുടെ സോണിയുടെ IMX920 ആണ്. പ്ലസ് 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ 8K വീഡിയോസ് വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു നല്ല ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5160 mAh ബാറ്ററിയാണ് വരുന്നത്. 120 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, LPDDR5X plus UFS 4.0 ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 128GB ROM വേരിയന്റ് 34,999 rupees ആണ്. അപ്പോൾ 256 ഒക്കെ എടുക്കുമ്പോൾ 35ക്ക് മേളിലോട്ട് പോകും. അപ്പോൾ ഇതൊക്കെയാണ് 35,000 rupees താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.